എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അനുപമ ശ്രീനാഥ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് തേനിന്റെ ഗുണങ്ങൾ എന്താണ്, ആയുർവേദത്തിലെ തേനിനെ പറ്റി എന്താണ് പറയുന്നത്, അതേപോലെ തേനിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി തേൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. തേന് ആയുർവേദത്തിൽ പറയുന്നത്, തേൻ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും തേൻ വളരെ മിതമായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ തേൻ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കരുതി നമ്മൾ ഒരുപാട് തേന് ഉപയോഗിക്കാൻ പാടില്ല, മിതമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, തേൻ ഒരിക്കലും ചൂടാക്കി കഴിക്കുകയെ ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ കൂടെയോ തേന് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഒരിക്കലും പാടില്ല. അത് ഈ ഗുണങ്ങളെ നശിപ്പിക്കും എന്നത് കൂടാതെ തന്നെ അതൊരു പോയ്സൺ ആയിട്ട് മാറും എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പൊ ഈ ഗുണങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടില്ല തേൻ ചൂടാക്കി കഴിച്ചാലോ അല്ലെങ്കിൽ തേന് ചൂടുള്ള സാധനങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലോ. ഇപ്പൊ പല ഫുഡ് പ്രിപ്പറേഷൻസ് നമ്മൾ കാണാറുണ്ട്, അതിൽ ഫ്ലെയിം ഓൺ ആയിരിക്കുമ്പം തന്നെ, അത് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ തേൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നത് കാണാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമുക്ക് ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാം, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പോയ്സൺ ആയിട്ട് മാറാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും കൂടെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തേൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, രാവിലെ എംപ്റ്റി സ്റ്റമക്കിൽ ചൂടുള്ള വെള്ളത്തിൽ തേനും നാരങ്ങ നീരും ഒക്കെ ചേർത്തിട്ട് കഴിക്കുന്നത്. പക്ഷേ ചൂടുള്ള വെള്ളത്തിൽ ഒരിക്കലും തേന് മിക്സ് ചെയ്യാതിരിക്കുക. ഒരു ലൂക്ക് വാം ആയിട്ടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ തേൻ അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. താങ്ക് യു.